ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. എൻ്റെ കുടുംബത്തിനുള്ളിൽ പ്രഘോഷിക്കപ്പെടുന്നത് കർത്താവിന് വേണ്ടിയിട്ടുള്ള മഹത്വമാണോ എന്ന് ആലോചിച്ച് നോക്കേണ്ട ദിവസമാണ്. കാരണം സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അശുദ്ധിയെക്കുറിച്ചാണ്. ഇങ്ങനെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അശുദ്ധിയെക്കുറിച്ചിട്ട്, കുടുംബത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അശുദ്ധതയെക്കുറിച്ചിട്ട്, പുറമേയുള്ളതെല്ലാം കഴുകി വെടിപ്പാക്കി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വളരെ ഭംഗിയായി നടക്കുമ്പോഴും നമ്മുടെ ഉള്ളിനുള്ളിലും നമ്മുടെ കുടുംബത്തിനുള്ളിലും ജീവിതത്തിനുള്ളിലും നിറഞ്ഞു വരുന്ന അശുദ്ധിയെക്കുറിച്ചിട്ട്. ഒന്നാമത്തെ വായന ആ അശുദ്ധി എന്താണെന്ന് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ദൈവമായ കർത്താവിനെ, സ്രഷ്ടാവിനെ തിരിച്ചറിയാതെ സൃഷ്ടികൾക്ക് പിന്നാലെ പായുന്നതിനെയാണ് അശുദ്ധി എന്ന് പറയുന്നത്. സൃഷ്ടാവിനെ തിരിച്ചറിയാതെ സൃഷ്ടിക്ക് പിന്നാലെ പായുന്നതിന്. 33-ാമത്തെ സങ്കീർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കർത്താവ് ദൈവമായിട്ടുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. ഭാഗ്യമുള്ളതിൻ്റെ കാരണം ഇതാണ്, കർത്താവ് ദൈവമായിട്ടുള്ള ജനം, അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത, സ്രഷ്ടാവിനെ തിരിച്ചറിയുകയും അവന് വേണ്ടി നിലനിൽക്കുകയും അവൻ്റെ സ്വന്തമായി എന്നും ജീവിക്കുകയും ചെയ്യുന്നൊരു ജനത. നിയമാവർത്തന പുസ്തകം 4 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്കൊപ്പമുള്ളതുപോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നമ്മുടെ വിശുദ്ധിയുടെ കാരണം, നമ്മൾ വിശുദ്ധരായിരിക്കുന്നതിൻ്റെ കാരണം അവിടുന്ന് നമുക്ക് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയായതുകൊണ്ടാണ്. അവിടുന്ന് നമ്മുടെ ദൈവമായതുകൊണ്ടാണ്. നമ്മുടെ വിശുദ്ധിയുടെ മാനദണ്ഡം അതാണ്. മറ്റെന്തിനൊക്കെയോ നമ്മൾ സ്ഥാനം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അശുദ്ധരായി മാറുന്നു എന്നുള്ളതാണ് വചനം പറയുന്നത്. അതാ പറഞ്ഞേ, നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ കർത്താവിനേക്കാൾ മറ്റെന്തിനൊക്കെയാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. അശുദ്ധി എത്രമാത്രമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും.